ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ചെയ്യാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു ന്യൂ ഇയർ പാർട്ടിക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇക്കാടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. ഞങ്ങൾക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റിയിരുന്നില്ല. സോ ഞങ്ങളിതാ അവിടെ പാർട്ടിക്കൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. മായന്നൂർ അടുത്താണ് കേട്ടോ. അവരുടെ വീടൊക്കെ അടിപൊളി ഡെക്കോറും അതേപോലെ തന്നെ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് അവിടേക്ക് കയറി ചെല്ലുന്ന സമയം എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു, കാരണം എനിക്ക് ആരെയും അത്ര പരിചയമില്ല. ഇങ്ങനെ ഇക്ക പറഞ്ഞിട്ടുള്ള ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇക്കാനും അവർ കാണുന്നത് ഒരു കുടുംബത്തിലുള്ള ഒരു അംഗത്തെ പോലെയാണ്. ഭയങ്കര കമ്പനി, ഷമീറെ 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 എന്ന് വിളിച്ചിട്ട് ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുടുംബക്കാർ പോലും ഇത്രയും ഒരു പരിഗണന കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഒരു കെയറിങ്ങും സപ്പോർട്ടൊക്കെ ആയിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഓരോ മൂലകളിലായിട്ട് മക്കൾ ഇതാ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നെ ഇതാ എൻ്റെ ചെറിയ സുന്ദരി കണ്ടില്ലേ, അവൾ അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ കുറേ ബലൂൺസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ അതൊക്കെ വലിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഫുഡിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ഇതാ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, കപ്പ, മീൻകറി, അതേപോലെ തന്നെ ഫ്രൈഡ് റൈസ്, അതേപോലെ ബട്ടർ ചിക്കൻ, ചപ്പാത്തി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 9:30 അല്ലെങ്കിൽ ഒരു 10:30 വരെയൊക്കെ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ഫുഡ് കൊടുക്കാനും കഴിക്കാനും അതേപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് എന്താ പറയുക, ഇന്നവർ ഇരുന്നിട്ട് ഇന്നവർ സെർവ് ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച് നല്ല സന്തോഷത്തോടു കൂടെയുള്ള ഒരു ഇവൻ്റായിരുന്നു കേട്ടോ അത്. കുറേ ആളുകൾ ഇരുന്ന് കഴിക്കുന്നവരുണ്ട്, കുറേ ആളുകൾ നടന്ന് കഴിക്കുന്നവരുണ്ട്, കുറേ ആൾ ന്യായം വെച്ചിട്ട് കഴിക്കുന്നവരുണ്ട്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്കവിടെ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മൈൻഡ് റിലാക്സ് ആയ പോലെ തോന്നാം കേട്ടോ. കാരണം എന്തോ ഒരു കണക്ഷൻ തോന്നുക, ഒരു പരിചയമില്ലാണ്ട് അവർ എത്ര നന്നായി നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഇതാണ് സിനി ചേച്ചി കേട്ടോ. സിനി ചേച്ചീൻ്റെ വീട്ടിലായിരുന്നു ഈ ന്യൂ ഇയർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിനി ചേച്ചി മാത്രമല്ല, അതേപോലെ തന്നെ മിനി ചേച്ചി, കുമാരി ചേച്ചി, ചിത്ര ചേച്ചി, എല്ലാവരെയും ഞാൻ അപ്പോൾ പോയിട്ട് പരിചയപ്പെട്ടവരാണ്. പക്ഷേ അവർ എത്രയോ ദിവസം കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയ പോലുള്ളൊരു ഫീൽ എനിക്ക് തോന്നുക. കാരണം അത്രയും കമ്പനിയാണ് അവർ. ഒരു ജാടയോ അല്ലെങ്കിൽ ഒരു അഹങ്കാരമോ ഒരു പൊങ്ങച്ചോ ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അവരായിട്ട് കൂട്ടുകൂടാൻ തോന്നും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ചില ആളുകളുണ്ടാവില്ലേ, ഭയങ്കര ജാടയിൽ സംസാരിക്കുക, ജാടയിൽ ആക്ട് ചെയ്യുക, അതേപോലെ തന്നെ പൊങ്ങച്ചം പറയുക, അങ്ങനത്തെ ഒരു ടൈപ്പേ അല്ല അവർ. ഭയങ്കര നോർമലി ഉള്ള ആളുകൾ. പിന്നെ അതിന് ശേഷം നമ്മളിതാ ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. ഡാൻസ് നമ്മുടെ റീസെൻ്റ്ലി ഹിറ്റ് സോങ്ങാണ് കളിച്ചത്. അത് ഞാൻ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മ്യൂസിക് ആഡ് ചെയ്യുന്നില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് റിലാക്സ്ഡ് ആയി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ ഫയർ വർക്സിലോട്ട് പോയി കേട്ടോ. നോക്ക് ഇളക്ക് ഇളക്ക് ഇല്ല അവിടെ നിൽക്ക്. അതാ അതാ ഇങ്ങനെ പേടിയില്ല അവൾക്ക്, ഒന്നിനും പേടിയില്ല, ഇവൾക്കെല്ലാം പേടിയില്ല. അങ്ങനെ ഫൈനലി ഇതപ്പോൾ നമ്മൾ ന്യൂ ഇയറിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2025 വിട പറയാനുള്ള സമയമായി. അതേപോലെ തന്നെ 2026 വെൽക്കം ചെയ്യാനുള്ള സമയവും ആയിട്ടുണ്ട് കേട്ടോ.
കേറി അങ്ങനെ ഫൈനലി കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മളെല്ലാവരും മധുരം കഴിച്ചുകൊണ്ട് തന്നെ 2026 വരവേറ്റു കേട്ടോ. അതിനുശേഷം ഇതാ ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഗോപിയേട്ടൻ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഷെമീറിനും ഫാമിലിക്കും അവരൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫാമിലിക്കും കൂടെ അവരൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അവർ ഒരു ഫാമിലിയിലുള്ള ആളുകളെപ്പോലെ നമ്മൾ കണ്ടതിനുള്ള ഒരു എന്താ പറയുക, ഒരു ഫീല് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവസാനം നമ്മളിതാ DJ ഒക്കെ ഇട്ട് പിന്നെയും പാട്ട് ഡാൻസ് ആ ഒരു മൂഡിക്ക് പോയിട്ടോ. നല്ല അടിച്ച് പൊളിച്ച് ഞങ്ങൾ 2026 നമ്മൾ വെൽക്കം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി എല്ലാവരും നല്ലോണം സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു പാർട്ടി വൈൻഡപ്പ് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആവട്ടെ. ഈ 2026 2025 കഴിഞ്ഞു പോയ എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി 2026 നല്ല രീതിക്ക് ജീവിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളായിട്ട് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ വരും. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.